ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ. ഇന്ന് ഞാൻ വയ്ക്കാൻ പോകുന്ന എലിശ്ശേരിയാണ്, ചക്ക എലിശ്ശേരി. എല്ലാവരും എനിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. സപ്പോർട്ടാണ് വേണ്ടത് എനിക്ക്. എല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെ നല്ലോണം ചുവന്ന് വരണം, വെളുത്തുള്ളി നല്ല ചേർക്കണം. ഒന്ന് ഇളക്കി കൊടുക്കുക. അടിപൊളി. അടുപ്പിൽ വെക്കുകയാണ്. അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാക്കുക. ഞാനിപ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു ചെറിയ പാത്രം ചക്കയും ചക്കക്കുരുവും കൂടെയാണ്, രണ്ടും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. അത് ഞാൻ ഇതിനകത്തിട്ട് കൊടുക്കുകയാണ്. രണ്ട് ഗ്ലാസ് വെള്ളം, അതിൻ്റെ പരുവത്തിന് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. 15 മിനിറ്റ് ഇത് വേവുന്നവരെ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ, ഒരു അരമുറി തേങ്ങയാണ്, അരമുറി തേങ്ങയും പിന്നെ കാൽ ടീസ്പൂൺ ജീരകം, മഞ്ഞൾപ്പൊടി, ഇത് നമുക്ക് അരച്ചെടുക്കാം. നമുക്കിത് 2 പ്രാവശ്യം അടിച്ചാൽ മാത്രം മതിയായിരിക്കും കേട്ടോ. ഒന്ന് നമ്മൾ മാക്സിമം ഒത്തിരി അരയ്ക്കാതെ നോക്കുക. ഈ പരുവത്തിന് എടുക്കണം കേട്ടോ. ഇപ്പം ഇനി 15 മിനിറ്റ് നമ്മൾ 15 മിനിറ്റ് ഇത് തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്, വേവാൻ വെച്ചിരിക്കുകയാണ്. 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്നും കൂടെ നമുക്ക് നമ്മുടെ ചക്ക എലിശ്ശേരി ഏകദേശം പരുവായിട്ടുണ്ട്, നല്ലവണ്ണം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരമുറി തേങ്ങയും മഞ്ഞൾപ്പൊടി, ജീരകം ഇതിനകത്തോട്ട് മിക്സ് ചെയ്യുന്നു. ഇതിനകത്തോട്ട് മിക്സ് ചെയ്തു. ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യമേ ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കും. ഇങ്ങനെ നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നിങ്ങൾ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. തേങ്ങയൊക്കെ ഒന്ന് അതിനകത്ത് പിടിക്കാൻ വേണ്ടി നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ചു വയ്ക്കാം. ഇത് തുറന്ന് നോക്കാം. ഏകദേശം നല്ല വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെച്ചതിന് ശേഷം കടുക് താളിക്കാൻ പോവുകയാണ്. നമുക്ക് ചട്ടി വെച്ചതിന് ശേഷം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഒരു അര സ്പൂൺ കടുക് നല്ലവണ്ണം പൊട്ടി നമുക്ക് അതിൻ്റെ കൂടെ കരിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഞാൻ 3 അല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. നല്ലോണം ചുവന്ന് വരണം, വെളുത്തുള്ളി നല്ല ചേർക്കണം. ഇത് കുറച്ച് വയ്ക്കണം തീ കേട്ടോ. നല്ലോണം വന്നിട്ടുണ്ട്. നമുക്കിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന എലിശ്ശേരി വേവിച്ച് വെച്ചിരിക്കുന്ന എലിശ്ശേരി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കും.
ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല കഴിക്കാൻ നല്ല എല്ലാവരുടെയും സപ്പോർട്ടും ഷെയറുമാണ് എനിക്ക് വേണ്ടത്. ലൈക്ക് വേണം, സപ്പോർട്ട് വേണം, സബ്സ്ക്രൈബർ വേണം, ബെൽ ബട്ടൺ അമർത്തണം. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഉള്ളൂ. ഇത് നമുക്ക് ഇനി എല്ലാം കറക്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് അടച്ചു വയ്ക്കാം. എല്ലാവരുടെ സപ്പോർട്ടും ഷെയറുമാണ് എനിക്ക് വേണ്ടത്. എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടെ നോക്കാം, ഉപ്പ് ഉണ്ടോ ഇല്ലയോ, ശകലം കൂടെ ഉപ്പ് നോക്കാം. ശകലം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിക്കാം. ഇത് നമ്മൾ തുറന്ന് നോക്കുകയാണ്. ചക്ക എലിശ്ശേരി എങ്ങനെ ആയിട്ടുണ്ടോ നോക്കാം, ടേസ്റ്റ് ആയിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ഒന്ന് ഇളക്കി കൊടുക്കുക. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എന്ത് ടേസ്റ്റ് എന്നറിയാവോ? ഒരു രക്ഷയില്ല മോനെ. ഒന്ന് കഴിച്ച് നോക്കാം, നമുക്ക് ടേസ്റ്റ് നോക്കി നോക്കാം. അടിപൊളി എലിശ്ശേരി സെറ്റാണ്. ഇതേപോലെ ആർക്കെങ്കിലും ചെയ്യണമെന്ന് താല്പര്യമുള്ളവർ ചെയ്യുക. എനിക്ക് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കൊക്കെ തരണേ, ഷെയർ തരണേ, കമൻറ്റ് വേണം, ബെൽ ബട്ടൺ അമർത്തണം, സബ്സ്ക്രൈബർ ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത്. ഓക്കേ.